അയ്യ വണക്കം. മന്ത്രി വി ശിവൻകുട്ടിക്ക് എന്ത് പറ്റി? അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം ഒഴിയുമോ എന്നുള്ള ചോദ്യങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് പാർക്കിൻസൺ രോഗമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പാർക്കിൻസൺ രോഗം ബാധിച്ച ആൾക്കാരിൽ പല രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് പകരമായിട്ട് നേമത്ത് ആര്യ രാജേന്ദ്രനാണ് അടുത്ത തവണ CPM-ന്റെ തുറുപ്പുചീട്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. പക്ഷേ CPM-ന് അത് വലിയ ദോഷം ചെയ്യും എന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്കെല്ലാവർക്കും അറിയാം, വി ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വളരെ വിജിലൻ്റ് ആയിരുന്നു. അദ്ദേഹം വളരെ ആക്റ്റീവ് ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷം ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, KSU പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ സാനഡു എന്ന് പറയുന്ന വസതിയിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങി വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ കാറിന് മുന്നിൽ ചാടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പഴയ വി ശിവൻകുട്ടിയായിരുന്നെങ്കിൽ അദ്ദേഹം കാറിന് പുറത്തേക്ക് ചാടിയിറങ്ങി അവരെ നേരിടും എന്ന് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം വളരെയധികം ക്ഷമിച്ച് ശാന്തസ്വരൂപനായി ആ കാറിനകത്ത് ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിനുശേഷം KSU പ്രവർത്തകർ പോലീസ് എത്തുന്നത് വരെ വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കുകയും അദ്ദേഹം കാറിനകത്തിൽ നിന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയും അവരുടെ മുദ്രാവാക്യം കേൾക്കുകയും ശേഷം പോലീസ് എത്തിയ ശേഷം അവരെ പിരിച്ചുവിടുകയുമാണ് ചെയ്തത്. മന്ത്രി പുറത്തിറങ്ങിയ ശേഷം വി ശിവൻകുട്ടി പറഞ്ഞത് അവർക്കും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. പക്ഷെ പഴയ വി ശിവൻകുട്ടി ഇങ്ങനെ ആയിരുന്നില്ല. ഇതിന് കാരണം അദ്ദേഹത്തിൻ്റെ രോഗമാണ് എന്ന് പല ആൾക്കാരും അന്ന് പല കോണിലിരുന്നും പറഞ്ഞുവെങ്കിലും പാർട്ടി ഇത് ഔദ്യോഗികമായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും വി ശിവൻകുട്ടിക്ക് പാർക്കിൻസൺ രോഗം പിടിപെട്ട ഈ സാഹചര്യത്തിൽ വി ശിവൻകുട്ടിക്ക് പാർക്കിൻസൺ രോഗം പിടിപെട്ട സാഹചര്യത്തിൽ ആര്യ രാജേന്ദ്രനെ മുഖം മിനുക്കി ഇറക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആര്യ രാജേന്ദ്രനെ കൊണ്ട് ഇപ്പോൾ ജനങ്ങളുടെ കയ്യടി മേടിപ്പിക്കാനായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും പാർട്ടി നടത്തി വരുന്നത്. പക്ഷേ ആര്യയുടെ ഇമേജ് വെള്ളത്തിൽ വരച്ച വര പോലെ ആയി കഴിഞ്ഞു എന്ന് CPM മനസ്സിലാക്കുന്നത്. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നേമത്ത് നിന്നും ശിവൻകുട്ടി പിൻവാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത തവണ നേമത്ത് വി ശിവൻകുട്ടി മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ആര്യ രാജേന്ദ്രൻ അല്ലാതെ വേറെ ആരാണ് ഓപ്ഷൻ എന്നുള്ളതിനും പാർട്ടിക്ക് ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം വി ശിവൻകുട്ടിയെ പോലെ നേമത്തെ ഇത്രയധികം അറിയുന്ന, നേമത്ത് നിന്നും ഗംഭീരമായിട്ട് ഉയർന്നു വരുന്ന വേറൊരു CPM നേതാവ് ആ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആര്യ രാജേന്ദ്രനെ മുഖം മിനുക്കി ഇറക്കാൻ ഇപ്പോൾ CPM പദ്ധതിയിട്ടിരിക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആമയിഴഞ്ചാൻ തോടിൻ്റെ വിഷയം വന്നപ്പോൾ ആര്യ രാജേന്ദ്രന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. അതിനു മുമ്പ് യദുവിൻ്റെ വിഷയം വന്നപ്പോൾ ആര്യ രാജേന്ദ്രന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. ആര്യയെ പാർട്ടി മേയറാക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നേമം എന്ന് പറയുന്ന സീറ്റ് ആര്യ രാജേന്ദ്രനുള്ളതായിരിക്കാം എന്ന്. ആ സമയത്തും പാർട്ടി അത് 50% മാത്രമാണ് ഉറപ്പിച്ചത്. പക്ഷേ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനം വലിയ രീതിയിൽ അബദ്ധമായി മാറിയ ഈ സാഹചര്യത്തിൽ എങ്ങനെ ആര്യ രാജേന്ദ്രനെ കൈപിടിച്ച് കരക്കി കയറ്റിക്കൊണ്ടുവരാം എന്നാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചിന്ത. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തെ 2 പ്രമുഖ സ്ഥാപനങ്ങളായിട്ടുള്ള വൻകിട മുതലാളിമാരുടെ സ്ഥാപനങ്ങൾ ആര്യ രാജേന്ദ്രൻ മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുകയും വലിയ ഷോ കാണിക്കുകയും ചെയ്തു. പക്ഷേ ആ ഷോ കാണിക്കുന്നത് മാത്രമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. കാരണം ഈ മുതലാളിമാർക്ക് നോട്ടീസ് കൊടുത്തിട്ട് ഈ 2 സ്ഥാപനങ്ങളും അടച്ചു പൂട്ടിക്കാനോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും പിഴയിട്ട് ആ സ്ഥാപനങ്ങളുടെ ഷട്ടർ താത്തിയിടാനോ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നാണ്. കാരണം നോട്ടീസ് കൊടുത്തതിന് ശേഷം വേറൊരു നടപടിയും വേറൊരു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തില്ല, അന്വേഷിച്ചപ്പോൾ അറിയാനും സാധിച്ചിട്ടില്ല. അതിനുശേഷം ആര്യ രാജേന്ദ്രന്റെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ കൊണ്ടുവരുന്ന പുതിയ പദ്ധതിയാണ് ആമയിഴഞ്ചാൻ തോടിന് ചുറ്റും CCTV ക്യാമറകൾ വയ്ക്കും എന്നുള്ളത്. നമ്മുടെ ആന്റണി രാജു വെച്ച AI ക്യാമറകൾ തന്നെ ഇവിടെ തകർന്ന് തരിപ്പണമായി വലിയ രീതിയിലുള്ള കടബാധ്യത സർക്കാരിനുണ്ടാക്കി. കെൽട്രോണിനും പൈസ കൊടുക്കാനിരിക്കാത്ത സാഹചര്യത്തിൽ AI ക്യാമറ പല ഭാഗത്തും വർക്ക് ചെയ്യുന്നില്ല എന്ന ആരോപണം നിലനിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ക്യാമറകൾ ഘടിപ്പിക്കാൻ, ആമയിഴഞ്ചാൻ തോടിന് ചുറ്റും ക്യാമറകൾ ഘടിപ്പിക്കാൻ 12 കിലോമീറ്റർ തോടാണ്. ആ 12 കിലോമീറ്റർ തോടിലും വലിയ രീതിയിൽ ക്യാമറ ഘടിപ്പിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള പണച്ചെലവുണ്ടാവും. അങ്ങനത്തെ ഒരു തുഗ്ലക് പരിഷ്കാരത്തിലേക്ക് ആര്യ നീങ്ങുന്നത്. മറിച്ച് ആമയിഴഞ്ചാൻ തോട് ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തായി എന്നും നഗരസഭ പറയുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഈ നഗരസഭ ഇത് പറയാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനമാണ് ആര്യ രാജേന്ദ്രനെതിരെയും തിരുവനന്തപുരം കോർപ്പറേഷനെതിരെയും ഉയർത്തിയത്. ആമയിഴഞ്ചാൻ തോട് എപ്പോൾ ശുദ്ധീകരിക്കും എന്നാണ് നമ്മുടെ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. പോരാത്തതിന് ഹൈക്കോടതി
ആമയിഴഞ്ചാൻ തോട് മുഴുവൻ വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാലിന്യ നിക്ഷേപം എങ്ങനെ തടയുമെന്നും നീക്കം ചെയ്യുമെന്നും ഇതിനുള്ള കർമ്മ പരിപാടികൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം കോടതി ചോദിച്ചത് മാലിന്യങ്ങൾ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ആമയിഴഞ്ചാൻ തോടിലെത്തുന്നത് എന്നാണ്. മാലിന്യങ്ങൾ ആമയിഴഞ്ചാൻ തോടിലെത്തുന്ന മാർഗങ്ങൾ ഹൈക്കോടതി ആരാഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ വലിയ രീതിയിൽ കണ്ടതാണ്, ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിൽ. അതായത് അവിടെ കിടക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് എന്ന് ആര്യ രാജേന്ദ്രൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ട്രോളുകളാണ് ആര്യ രാജേന്ദ്രന് കിട്ടിയത്. ആര്യ രാജേന്ദ്രന് ബുദ്ധിസ്ഥിരതയില്ലേ, കാരണം ഇത്തരത്തിൽ തടി തപ്പാൻ ഇങ്ങനെയുള്ള മണ്ടത്തനങ്ങൾ വിളിച്ച് പറയരുത് എന്ന് വലിയ രീതിയിൽ അന്ന് ആര്യ രാജേന്ദ്രന് ഉപദേശം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കിട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ഈ മാലിന്യങ്ങൾ മുഴുവനും വരുന്നത് എന്ന്. എന്തായാലും ആമയിഴഞ്ചാൻ തോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മെഡിക്കൽ വേസ്റ്റുകൾ പോലും ആ തോടിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. തലസ്ഥാനത്തെ പല വൻകിട ഹോസ്പിറ്റലുകൾ അടക്കം മെഡിക്കൽ വേസ്റ്റുകൾ ആമയിഴഞ്ചാൻ തോടിലേക്ക് തള്ളുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. വലിയ വലിയ പ്രമുഖ സ്ഥാപനങ്ങൾ, വലിയ വലിയ പ്രമുഖ മുതലാളിമാരുടെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളെല്ലാം ആമയിഴഞ്ചാൻ തോട്ടിലോട്ട് മനുഷ്യ വിസർജ്ജ മാലിന്യം തള്ളുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പലതവണ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം അവർക്ക് നോട്ടീസ് കൊടുത്ത് ഞങ്ങളിതാ പൂട്ടിക്കാൻ പോകുന്നേ എന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ആമയിഴഞ്ചാൻ തോടിന് ചുറ്റും ക്യാമറ ഫിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആര്യ രംഗത്തെത്തുന്നത്. അതിനിടയിലാണ് ശിവൻകുട്ടിയുടെ ഈ രോഗവിവരവും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ശിവൻകുട്ടിയെ ബാധിച്ച പാർക്കിൻസൺ രോഗം? നമുക്കറിയാം, പാർക്കിൻസൺ രോഗം ബാധിച്ച ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു മുഹമ്മദ് അലി എന്ന് പറയുന്ന ബോക്സർ മുഹമ്മദ് അലി. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാനം പാർക്കിൻസൺ രോഗം ബാധിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് നമുക്കെല്ലാം അറിയാം. ശരീരം മുഴുവൻ ശോഷിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈതന്യം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തായാലും ശിവൻകുട്ടിക്ക് പാർക്കിൻസൺ രോഗം ബാധിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് ഇത്തവണ ഈ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തത് എന്നാണ് പറയുന്നത്. ഇനി പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച്, അതായത് CPM-ന്റെ ഭരണഘടന അനുസരിച്ച് 2 തവണ MLA ആയവർക്ക് മാത്രമാണ് പാർട്ടി പിന്നീട് സീറ്റ് കൊടുക്കാതിരിക്കുക. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശിവൻകുട്ടി ഒരു തവണ നേമത്ത് MLA ആയിട്ടുണ്ട്. അതിനുശേഷം ശിവൻകുട്ടി വളരെ ആക്റ്റീവായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നിയമസഭയിൽ ബഡ്ജറ്റിൽ കാണിച്ച വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ കണ്ട് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴും ട്രോളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം നേമത്ത് വീണ്ടും മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്നും പരാജയപ്പെടുത്തി രാജഗോപാൽ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ ജയിച്ചും ഒരു തവണ പരാജയപ്പെട്ടും കഴിഞ്ഞതുകൊണ്ട് തന്നെ മൂന്നാമതൊരു ചാൻസ് കൂടെ അദ്ദേഹത്തിന് പാർട്ടി ഭരണഘടന പ്രകാരം കൊടുക്കാനുള്ള നിലവിൽ അതിനുള്ള വകുപ്പുണ്ട്. അങ്ങനെ പാർട്ടി കൊടുത്തു, അദ്ദേഹം വീണ്ടും ജയിച്ചു, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തു. അറിയാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിന് പിണറായി വിജയൻ മന്ത്രിസ്ഥാനം കൊടുത്തത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ രോഗവിവരം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ പാർക്കിൻസൺ രോഗം? ഈ പാർക്കിൻസൺ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ്. ഈ തലച്ചോറിൽ നമ്മുടെ ചലനശേഷിയൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രം എന്ന് പറയുന്ന പാർട്ടാണ്. ഈ സെറിബ്രം എന്ന് പറയുന്ന പാർട്ടാണ് ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോഴും എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബെസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് വരുന്നത്, അതായത് നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കാനുള്ള സോഴ്സ് വരുന്നത്. ഈ ബെസൽ ഗാംഗ്ലിയയിൽ തന്നെ മിഡ് ബ്രെയിൻ എന്നൊരു ഭാഗമുണ്ട്. ആ മിഡ് ബ്രെയിനിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്തെ പേശികളുടെ ചുരുക്കം, അതായത് അവിടെയുള്ള പേശികൾ ക്ഷയിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ പാർക്കിൻസൺ രോഗം ഒരാളിലേക്ക് വരുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ രോഗം വന്ന ഒരാളിൽ കാണാൻ കഴിയുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവർക്ക് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതായത് അവർക്ക് പല സ്ഥലങ്ങളിൽ നടക്കാനും ഇരിക്കാനുമെല്ലാം ഒരാളുടെ സഹായം വേണ്ടി വരും. ഇതിന് പല പല സ്റ്റേജുകളുണ്ട്, സഹായം വേണ്ടി വരും. ശിവൻകുട്ടിയെ നമുക്ക് കണ്ടാൽ അറിയാം, അദ്ദേഹം മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ കൈ പിടിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കൈവിറയിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. രോഗം 3ഉം 4ഉം സ്റ്റേജുകളിലേക്ക് പോകുമ്പോഴാണ് പിന്നീടുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അദ്ദേഹത്തിന് നിലവിൽ ഫയലുകളിൽ ഒപ്പിടാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കൈവിറയിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഫയലുകളിലൊന്നും ഒപ്പിടാൻ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പല ആൾക്കാരും അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ട്രോളുന്നത് കണ്ടു. കാരണം അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ട് അദ്ദേഹം മാർക്ക് ലിസ്റ്റുകളും പല റിസൾട്ടുകളും പബ്ലിഷ് ചെയ്യാൻ വരുമ്പോഴും പല പത്രസമ്മേളനങ്ങൾ
വിളിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദം വലിയ രീതിയിൽ ഇടറുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആമയെഴുഞ്ചാൻ തോട് എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അത് ട്രോളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ രോഗകാരണം കൊണ്ടാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ശിവൻകുട്ടി നിയമത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഇനി ഒരു അംഗത്തിന് ശിവൻകുട്ടി തയ്യാറല്ലാതിരിക്കുമ്പോൾ ആര്യ രാജേന്ദ്രന് നിയമത്ത് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യത്തിന് ഒരു ചുക്കും ആര്യ രാജേന്ദ്രന് ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു ഇമേജ് വെച്ചിട്ട് എന്നതാണ് അതിൻ്റെ മറുപടി. അതുകൊണ്ടാണ് പാർട്ടി ആര്യയുടെ മുഖം മിനുക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും സമയം വൈകിപ്പോയി എന്നുള്ളതാണ് ഒരു വസ്തുത. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.